നമസ്കാരം. എൻ്റെ ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നത് നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അപ്പൂവിനെ പറ്റിയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ പറയാനുള്ളത് എൻ്റെ അമ്മൂമ്മയെ പറ്റിയാണ്. അത് അമ്മൂമ്മയെ പറ്റി പറയുമ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിപ്പോൾ എല്ലാവർക്കും അപ്പൂപ്പൻ അമ്മൂമ്മ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു ഇത് തന്നെയാണ്. ചെറിയ കുട്ടികളാണെങ്കിലെല്ലാം ഇപ്പോൾ അച്ഛനമ്മമാർ ജോലിക്ക് പോകുമ്പോൾ എല്ലാം അമ്മൂമ്മമാരെയും അപ്പൂപ്പന്മാരെല്ലാം ഉള്ളിടത്താണ് ആക്കിയിട്ട് പോകുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ആ ഒരു സ്നേഹം കിട്ടുന്നില്ല പിള്ളേർക്ക് ആർക്കും കിട്ടുന്നില്ല. കാര്യം അവർ വളർന്നു വരുന്ന ചുറ്റുപാട് അങ്ങനെയാണ്. അവർ കോൺവെൻറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വളരുന്നത്. എൻ്റെ അമ്മൂമ്മയെ പറ്റി പറയുമ്പോൾ ഞാൻ അതിലേക്ക് വരാം. എൻ്റെ അമ്മൂമ്മ ഉള്ള സമയത്ത് എനിക്ക് അത്രയധികം സപ്പോർട്ടായിരുന്നു. അന്നത്തെ കാലത്ത് അത്രയും ഇതായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മൂമ്മ മരിച്ചിട്ട് ഒത്തിരി വർഷമായി. പക്ഷേ അതെനിക്കിന്നും ഓർക്കാൻ ഒത്തിരിയുണ്ട്. കാര്യം ഞാൻ ഓരോ കാര്യങ്ങൾക്ക് ഇൻവോൾവ് ആവുകയും രാവിലെ പഠിക്കാൻ വിളിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നെ ഇൻവോൾവ് ചെയ്യിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ പിറകെ നിന്ന് അമ്മമാർ ചെയ്യുന്ന കണക്ക് അമ്മൂമ്മ ചെയ്ത് എന്നെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആ കാലം ഓർക്കുമ്പോൾ നമുക്കൊരു പഴയ ഓർമ്മകൾ എന്ന് വെച്ചാൽ പല പല സന്തോഷങ്ങളും പല സങ്കടങ്ങളും നമുക്ക് ഓർമ്മ വരും. കാര്യം അമ്മമാരും അച്ഛന്മാരും ജോലിക്ക് ദൂര സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനെ അമ്മൂമ്മമാരെയും അപ്പൂപ്പന്മാരുടെ അടുത്തൊക്കെ ആക്കിയിട്ട് പോകാറുണ്ട്. പക്ഷെ അന്നത്തെ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വലിയ അനുഭവം തന്നെയാണ്. അപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഓർക്കേണ്ടതുണ്ട്, സങ്കടമുണ്ട് പല കാര്യങ്ങളിലും. അതിനെപ്പറ്റി പറയുക. അതിലുപരി ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അവർ നമ്മളെ നന്നായി നോക്കി വളർത്തി പഠിപ്പിച്ചു, പല കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഇന്നിപ്പം നഷ്ടമായി. പക്ഷേ ആ ഓർമ്മകൾ ഇന്നും നമ്മൾ ഓർക്കുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ആ ഒരു സ്നേഹം കിട്ടുന്നില്ല. കാരണം എന്തെന്നാൽ ഇന്ന് കുട്ടികളെ പല കോൺവെൻറ്റിലും അതുപോലെ അപ്പൂപ്പനും അമ്മൂമായിട്ടുള്ള ബന്ധങ്ങളും കുറവാണ്. അച്ഛനമ്മമാർ ജോലിക്കും കാര്യങ്ങൾക്കും യാത്രകളിലും പോകുമ്പോൾ പണിക്ക് പോകുമ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും വല്ല ആശ്രമങ്ങളിലോ അനാഥാശ്രമങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആക്കുന്നുണ്ട്. കാര്യം ഇവരെ വയസ്സാകുമ്പോൾ നോക്കാൻ ആളില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇന്ന് ഈ കൂടുതലും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനമ്മയും നോക്കാൻ ആരില്ല. ആരും നോക്കുന്നില്ല. നോക്കാനില്ലെന്ന് വെച്ചാൽ ആരും നോക്കുന്നില്ല, കൊണ്ടുപോയി തള്ളുകയാണ് പലയിടത്തും. അപ്പോൾ ആ ഒരു ഇതിനെപ്പറ്റി പറയുക. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒത്തിരി നടക്കുന്നൊരു സംഭവമാണ്. ഇതിനെപ്പറ്റി പറയുക. പിന്നെ അതിൽ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും സഹകരിച്ചാൽ നല്ല രീതിയിൽ വരാം. ഒരു കുടുംബം ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും. അച്ഛനമ്മമാരെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അവർക്ക് പ്രശ്നങ്ങളുണ്ടാകും. വയസ്സാവും തോറും നമ്മളും വയസ്സാവും. അപ്പോൾ ആ വയസ്സാകുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും. പക്ഷേ അത് ഒരു പരുവത്തിൽ നമ്മൾ കൊണ്ടുപോകാൻ നോക്കണം. തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും വരാം. അപ്പോൾ അങ്ങനെ ആ വരുന്ന ഇത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ കുടുംബത്തെയും നിങ്ങളുടെ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത്. നമസ്കാരം.